നമസ്കാരം. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് പണി കഴിപ്പിച്ച 2150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പ്രീമിയം വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീട് പണിതത് യൂണിക് ബിൽഡേഴ്സ് ആണ്. യൂണിക് ബിൽഡേഴ്സിന്റെ ഓണർ നമ്മോടൊപ്പമുണ്ട്, ഹഫീസ്. നമസ്കാരം. നമസ്കാരം. ഇത് വൈഫാണ്? അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ വീടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇത് 2150 സ്ക്വയർ ഫീറ്റ് വീടാണ്. പ്രീമിയം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം, അതിന്റെ അകത്ത് 2 അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. അതെ അതെ, ഒരു കോമൺ ബാത്റൂം. പിന്നെ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വർക്ക് ഏരിയ ഉണ്ട്, സ്റ്റോർ ഉണ്ട്, പിന്നെ ലിവിങ്, ഡൈനിങ്, പിന്നെ എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് ഇച്ചിരി വലിപ്പത്തിൽ വേണമായിരുന്നു, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോർച്ചും ഉണ്ട്. പിന്നെ മേളിലോട്ട് സ്റ്റെയർ റൂം മാത്രം. ഇത് എത്ര സെന്റ് പ്ലോട്ടിനകത്താ? ഇത് 10 സെന്റ്. 10 സെന്റ് അല്ലേ? അതെ അതെ. ഇത് ശരിക്കും സ്ഥലം കോട്ടയത്ത് ഏറ്റുമാനൂര്. അതെ അതെ, ഏറ്റുമാനൂര് ചെറുവാണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമുക്കിനി ഓരോ കാര്യങ്ങളും നോക്കിയാലേ, ഇപ്പൊ മിറ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. ആർട്ടിഫിഷ്യൽ ഗ്രാസ്. ഓരോ കാര്യങ്ങളായിട്ട് നോക്കിയാൽ ഇതിപ്പോ സിറ്റ് ഔട്ട് എന്ത് മെറ്റീരിയൽ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഡബിളിംഗ് ആയിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിപ്പ് കൊടുത്തിരിക്കുകയാണ്. അതെ അതെ. നമുക്കിത് എന്ത് റേഞ്ച് വരുന്ന ഗ്രാനൈറ്റ് ആയിരിക്കും? ഇത് 250 റേഞ്ച് വരുന്നതാണ്. അതെ അതെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ സ്റ്റോൺ ക്ലാഡിങ് ടൈലാണ് ഇതല്ലേ? ടൈല്. ഓക്കെ. ഇതിപ്പോ ഈ പില്ലറുകളിലെല്ലാം ഡബിൾ പില്ലർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ ഇതിന്റെ ഡിസൈനിങ് ഒക്കെ ആരാ? നിങ്ങൾ ഡിസൈനിങ് നമ്മൾ തന്നെ ചെയ്തു? അതെ അതെ. ഇതിന്റെ എലിവേഷനും എല്ലാം നമ്മൾ തന്നെ ചെയ്തു. അതെ. ഇനി നമുക്ക് ഇങ്ങോട്ട് അകത്തോട്ട് വന്നാല് ഇവിടെ ഫ്രണ്ട് ഡോർ ഇത് എന്ത് മെറ്റീരിയലാണ്? തേക്കാണ്. ഷട്ടറും ഫ്രെയിമും എല്ലാം തേക്ക് തന്നെ. വിൻഡോസും എല്ലാം തേക്ക് തന്നെയാണ്. വിൻഡോയും എല്ലാം തേക്ക് അല്ലേ? അതെ അതെ അതെ. ഈ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആണ്. പ്ലെയിൻ ഗ്ലാസ് ആണ്. അത് ബിവലിംഗ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബിൽഡിംഗ് ചെയ്ത് പറഞ്ഞിട്ട് ചെയ്താ അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി റേറ്റ് വ്യത്യാസം വരും. അപ്പൊ നമ്മള് സിറ്റ് ഔട്ടിലെ കാര്യം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ലിവിംഗ് റൂം എന്ത് സൈസിലുള്ളതാണ് ഈ ഒരു ഏരിയ? ഇത് 15x12 റേറ്റ് ആണ് അല്ലേ? ഓക്കെ. ഇവിടെ ഇട്ടിരിക്കുന്ന ടൈൽസ് എന്ത് റേഞ്ച് ആണ്? ഇത് 4x2 80 റേഞ്ച് വരുന്ന കജാരിയുടെ പ്രീമിയം ക്വാളിറ്റി വരുന്ന ടൈലാണ്. എപ്പോക്സി ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോക്സി ഫില്ല് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇവിടെ നല്ലൊരു TV യൂണിറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് മെറ്റീരിയലാണ്? ഇന്റീരിയറിന്റെ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡും ലാമിനേറ്റഡ് മൈക്ക. ഓക്കെ. ഇത് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ അല്ലേ? ഓക്കെ. ഇവിടെ വരുമ്പോ നമുക്ക് ഇതൊരു UPVCയുടെ വിൻഡോ ആണെന്ന് തോന്നുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. ബാക്കിയെല്ലാം വുഡ് ആണോ ഈ ഒരു? ഒരു പാശോയ്ക്കും കൂടെ നമ്മൾ UPVC കൊടുത്തു. ഇത് ഫിക്സഡ് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ലിവിംഗ് റൂം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോർണർ സോഫ സെറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത് ലിവിംഗിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഈ ഡൈനിങ്ങിൽ ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ എങ്ങനെ? പൈപ്പാണോ? ഇത് GI പൈപ്പ് ആണ് അല്ലെ? ഈ ഹാൻഡ് റെയിൽസും ഈ ടോപ്പും കൊടുത്തിരിക്കുന്ന പൈപ്പ് തന്നെ അല്ലെ? എന്നിട്ട് കൂടാൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. ഇതെങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഈ ടൈലിനുള്ളിലേക്ക് വെർട്ടിക്കൽ പൈപ്പ് കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് ഇറക്കിയിരിക്കുന്നു. ഇതിനകത്തോട്ട് ഇറക്കിയിരിക്കുക അല്ലേ? ഓക്കെ. ഇവിടുന്ന് നേരെ ഈ ഒരു സ്റ്റെയർ കേസും ഒരു സ്റ്റെപ്പിന്റെ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് അല്ലെ? പിന്നെ ഇവിടുന്ന് നേരെ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മൾ അവിടെ പറഞ്ഞ പോലെ ഇതൊരു UPVCയുടെ വിൻഡോ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? സ്ലൈഡിങ്. ഇവിടുന്ന് പുറത്തോട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുക. ഇവിടെ ഒരു പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതും ഈ മെറൈൻ പ്ലേയും ഇതിൽ തന്നെയാണോ ചെയ്തിരിക്കുന്നത്? ഓക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാ ഇത് ചെയ്തിരിക്കുന്നത്? ഈ പ്രയർ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മള് TV യൂണിറ്റ് കം പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ടൈലും ലിവിംഗിലും ഡൈനിങ്ങിലും ഒരു ടൈൽ തന്നെയാണ് കൊടുക്കുന്നത്. ബെഡ്റൂമിലും നമ്മൾ എപ്പോക്സി ചെയ്തിട്ടില്ല. ഈ സെയിം ടൈൽ തന്നെ ബെഡ്റൂമിലേക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ 3 ബെഡ്റൂം എന്ന് പറഞ്ഞത് ഇവിടെ ഈ ഒരു സൈഡ് 2 ബെഡ്റൂം വരുന്നുണ്ട് അല്ലേ? ബാക്ക് സൈഡിൽ 1 ബെഡ്റൂം, അങ്ങനെ 3 ബെഡ്റൂം വന്നിരിക്കുന്നത്. ഓക്കെ. ഇതിന്റെ സീലിംഗും ഒക്കെ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. നമുക്കിനി ഓരോ ബെഡ്റൂം ആയിട്ട് നോക്കാം. മാസ്റ്റർ ബെഡ്റൂം അവിടെ ആണ് അല്ലേ? ഓക്കെ. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത് അപ്പോക്സി ഇല്ല, സെയിം ടൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടുന്ന് നേരെ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം അല്ലേ? ഓക്കെ. ഇത് എന്ത് സൈസ് കാണും? ഇത് 15x13 അല്ലേ? ഓക്കെ. ഇതൊരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2-3 ഇതും വുഡ് തന്നെ വിൻഡോ അല്ലേ? ഇത് ഇവിടെ തേക്കാണ്, തേക്ക് തന്നെയാണ്. ഓക്കെ. ഇവിടെ ഒരു 3-4 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗിള് 2 ഓരോ പാളിയുടെ ഓരോ വിൻഡോ കൊടുത്തിട്ടുണ്ട്. 11 അടി ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് അല്ലേ?
നമ്മൾ സീലിംഗ് വരുന്നോണ്ടാണോ ജിപ്സം സീലിംഗ്, അതോ അവരുടെ ഒരു റിക്വയർമെന്റ് പ്രകാരം അങ്ങനെ ആയിരുന്നു? ഓക്കെ ഓക്കെ. പിന്നെ ഇവിടുന്ന് ഈ ബെഡ് ഇവിടെ ഒരു വാൾപേപ്പർ ആണോ എന്തോ ഇത് ചെയ്തിരിക്കുന്നത്? ഓക്കെ, വാൾപേപ്പർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു കളർ പാറ്റേണും എല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ആണ്. ഇത് FRPയുടെ ഗ്ലാസ് ഡോർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരെ ടോയ്ലറ്റിലേക്ക് വരുമ്പം ഇതും 4x2 സൈസിലുള്ള വിട്രിഫൈഡ് ടൈൽസ് ആണ് വോൾ ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റ്, വാഷ് ബേസിൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റ്, വാഷ് ബേസിന്. ഇത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഈ ടോയ്ലറ്റിലും കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം അല്ലെ, സെക്കൻഡ് ബെഡ്റൂം. ഇത് ആ ഒരു സൈസ് ഒക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. മാസ്റ്റർ ബെഡ്റൂമിന്റെ 12-13 സൈസ് ആണ് അല്ലെ. ഓക്കെ, ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതും വാൾപേപ്പർ തന്നെയാണോ? ഇതും വാൾപേപ്പർ തന്നെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഇതിനോട് ചേർന്ന്. നമ്മുടെ ഈ ആ ഒരു ലിവിംഗിലെ സെയിം ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോക്സി ഇല്ല, സെയിം 4x2 കജാരിയുടെ ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇതിനോട് ചേർത്ത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും FRPയുടെ ഫ്രെയിം ആ ഒരു ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതിലും വേറൊരു കളർ പാറ്റേണുള്ള ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. 4x2 തന്നെ ജാഗ്വാറിന്റെ തന്നെ ക്ലോസറ്റ്, വാഷ് ബേസിൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഇല്ല, നോർമൽ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷവർ, അക്വാഗാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയായിട്ടൊരു വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതും ഏത് മെറ്റീരിയലാ? ഇത് ജാഗ്വാറിന്റെ തന്നെ വാഷ് ബേസിൻ ആണ്, കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ളതാണ്. ഇതും മെറൈൻ പ്ലൈ തന്നെയാണോ? മെറൈൻ പ്ലൈ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്, ക്ലാഡിംഗ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതും ആ സെയിം സൈസിലുള്ള ടൈൽസ് തന്നെയാണ്, 4x2 സൈസിലുള്ള, പക്ഷെ വേറൊരു കളറാണ്. ഇവിടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിന്, ഷവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ പ്രധാന ആകർഷണമായ കിച്ചൺ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ കിച്ചണിൽ വേറൊരു ടൈൽസാണ് ചെയ്തിരിക്കുന്നത് അല്ലേ, വുഡൻ ഫിനിഷ്, 4x2 സൈസ് തന്നെ. ഓക്കെ, ഇതൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ കിച്ചണിലേക്ക് വരുമ്പോൾ ഈ കബോർഡ് മെയിൻ ആയിട്ട് ഇത് എന്ത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്? WPC ചെയ്തിരിക്കുന്നത്. ഓക്കെ, വോള് വരുന്ന ഭാഗത്ത് നമ്മൾ മൾട്ടിവുഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വന്ന് ഓക്കെ ഈ പാനൽ ചെയ്തിരിക്കുന്നത് അത് മൾട്ടിവുഡ്, ബാക്കിയെല്ലാം ഫ്രെയിം, ഷട്ടറും എല്ലാം WPC അല്ലേ. ഓക്കെ ഓക്കെ, ഇവിടെ പ്ലേറ്റ് വെക്കാനായിട്ടുള്ളൊരു റാക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സിങ്ക് ഒക്കെ ഡബിൾ ബോൾ സ്ക്വയർ ടൈപ്പ്. ഓക്കെ, ഇതിന്റെ ഗ്രാനൈറ്റ് ഗാലക്സി 20mm അല്ലേ. ഓക്കെ, 4x2 കജാരിയുടെ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡോറൊക്കെ ഈ വിൻഡോസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വുഡ് തന്നെയാണ്, ആഞ്ഞിലിയാണ് അല്ലേ. അതുപോലെ നമ്മൾ ഈ വർക്ക് എടുക്കുമ്പോഴേ നിങ്ങൾ ഈ കിച്ചൺ കബോർഡ് ഉൾപ്പെടെയാണോ ചെയ്യുന്നത്, അതോ അല്ലാതെ എങ്ങനെ വേണേലും ചെയ്യുമോ നിങ്ങൾ? നമ്മൾ കസ്റ്റമറിന് എന്താ വേണ്ട അതനുസരിച്ച് ഇൻക്ലൂഡിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കും, സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. അതിനകത്ത് മെറ്റീരിയൽ ഏത് വേണമെന്നുള്ളത് അവർ സെലക്ട് ചെയ്യാം അല്ലേ. പല മെറ്റീരിയൽ ഇപ്പം കബോർഡ് വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ അപ്പൊ ഒരു ബഡ്ജറ്റ് കൺസേൺ അനുസരിച്ച് ഏത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം അല്ലെ. ആ രീതിയിലല്ലേ ചെയ്യുന്നത്. അതുപോലെ ഈ കിച്ചണോട് ചേർന്നതിന് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടല്ലേ. സ്റ്റോർ റൂമിലും ഫൈബറിന്റെ ഡോർ തന്നെയാണ്, കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഈ കിച്ചണോട് ചേർന്ന് ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തീ കത്തിക്കാവുന്ന രീതിയിൽ ചിമ്മിനി, പുകയില്ലാത്ത അടുപ്പാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു അല്ലേ. ഓക്കെ, ഇവിടെ ഗ്രാനൈറ്റ്, ഇതിൽ ടൈൽസാണ് ചെയ്തിരിക്കുന്നത് അല്ലേ, ടൈൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രാനൈറ്റ് ടോപ്പ്, ആ സെയിം മെറ്റീരിയൽ തന്നെ WPC തന്നെ ആയിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ, ആ സെയിം മെറ്റീരിയൽ തന്നെ. ഓക്കെ, ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 വാളിയുടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇതൊരു ചെറിയ ബെഡ്റൂമാണ് അല്ലേ, ഇത് അത്ര സൈസ് ഇല്ല. ഓക്കെ, ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല, കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ ബെഡ്റൂം. നമ്മൾ ഈ ബെഡ്റൂംസിന്റെ എല്ലാം ഡോർ എന്താ വുഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വുഡ് ഏതാ? തേക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഫ്രെയിമും ഷട്ടറും എല്ലാം വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, വിൻഡോ കുറച്ച് രണ്ടെണ്ണം ആഞ്ഞിലിയുണ്ട്. പിന്നെ ഇതിന്റെ UPVC വിൻഡോ 2 ഉണ്ട്. ബാക്കിയെല്ലാം തേക്കാ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതിപ്പോ നല്ലൊരു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പോളിഷ് മാറ്റ് ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിന്റെ ഓണർ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പേരെങ്ങനെയാ സാറേ? എന്റെ പേര് അഭിജിത്ത് സി നായർ. ഓക്കെ, വൈഫ് സേതുലക്ഷ്മി. ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ അബ്രോഡാണ്, ഞങ്ങൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടുപേരും. ഓക്കെ ഓക്കെ.
അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ ഒരു വീട് ചെയ്ത യൂണിക് ബിൽഡേഴ്സ് ആയിരുന്നല്ലോ. അപ്പൊ തീർച്ചയായും. അവരുമായിട്ട് എങ്ങനെയാ പരിചയപ്പെട്ട, എങ്ങനെയാണ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തത്? അവരുമായിട്ട് ഇപ്പൊ എന്റെ സ്വദേശം ശരിക്കും കട്ടപ്പനയാണ്, ഇടുക്കിയാണ്. ഓക്കെ സോ അപ്പൊ നമുക്ക് ഇപ്പൊ വൈഫിന്റെ നാടാണ് കോട്ടയം. ഓക്കെ നമ്മളപ്പോ ഇങ്ങനെ ഒരു വീട് വെക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അത്രമാത്രം പരിചയമുള്ള ആൾക്കാരെ നമുക്ക് കിട്ടാൻ പാടാണ്. ഓക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ നോക്കി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും സജസ്റ്റ് ചെയ്ത രീതിയിൽ അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, യൂണിക് ബിൽഡേഴ്സിനെ കുറിച്ച്. ഓക്കെ പിന്നെ നമ്മൾ കണ്ട റിവ്യൂകളും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് മനസ്സിലായി ഇവരുടെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു. ഓക്കെ അവരുമായിട്ട് നമ്മുടെ പ്ലാനും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ വിശദീകരിച്ചു. നിങ്ങളുടെ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ അവര് ചെയ്തു തന്നു അല്ലേ? തീർച്ചയായും നമ്മൾക്ക് എന്താണ് ആവശ്യം അതാണ് അവർ ചെയ്തു തന്നെ. നമ്മളുടെ ആവശ്യം എങ്ങനെയാണോ അങ്ങനെ രീതിയിൽ ചെയ്തു തരാൻ വേണ്ടിയാണ് അവർ വർക്കൗട്ട് ചെയ്തത്. നമ്മുടെ താല്പര്യങ്ങൾക്കാണ് അവർ കൂടുതലും ഒരു മുൻഗണന നൽകിയത്. അപ്പൊ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോ എങ്ങനെയുണ്ടോ? സാറ്റിസ്ഫൈഡ് ആണോ വർക്കിൽ? പിന്നെ തീർച്ചയായും ഓക്കെ. അപ്പം ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സജസ്റ്റ് ചെയ്യുക. തീർച്ചയായും. പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ജെന്യുവൻ ആയിട്ടൊരു നമ്മളൊരു ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ കുറവാണ്. അങ്ങനെ നമുക്ക് മെറ്റീരിയലും വർക്ക് ചെയ്യുക. തീർച്ചയായും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് ഉള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് എപ്പോഴും ഇവിടെ വന്ന് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പം നമ്മൾ ഒരു ട്രസ്റ്റ് ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ല ഇന്ന മെറ്റീരിയൽ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ സന്തോഷം. ഓക്കെ, താങ്ക് യു.